ഗൈസ് നമ്മളങ്ങോട്ട് പോയിട്ടില്ല അല്ലേ? വെറൈറ്റിയാണ്. നമ്മളൊരു ബാംഗ്ലൂർ കല്യാണം കൂടാൻ വേണ്ടി പോകണം. എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടണേ. കൊളാബറേഷനും പിന്നെ കല്യാണം ഒക്കെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടണേ. പിന്നെ നമ്മൾ പോകണത് ലേറ്റ് ഇല്ല, നമ്മളിന്ന് പോണത് 8 മണിയാവാനേ. അപ്പം നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാംഗ്ലൂർ കല്യാണം കൂടാൻ പോവാണ്. സോ ഇന്നങ്ങോട്ട് പോയിട്ടില്ല, ഇന്ന് നല്ല ടയേർഡായപ്പം കുറവളി നമ്മൾ പോയി ഉറങ്ങി. സോ നമ്മൾ പോണത് കല്യാണം കൂടാൻ വേണ്ടി കാണിച്ചത്. ഇവിടുത്തെ കല്യാണം ഞാനും കണ്ടിട്ടില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ. ഇനി പോയാൽ എന്താണെന്നറിയില്ല. ഓക്കെ, അവൽ ഗൂഗിൾ മാപ്പ് ഇട്ടുന്നത് നമുക്ക് അവൻ്റെ വീട്ടിലേക്കായിരുന്നു. നമ്മൾക്ക് പോകേണ്ടത് ഹാളിലേക്കായിരുന്നു, പക്ഷേ വീട്ടിലേക്കാണ് നമ്മൾ നേരെ പോയത്. പക്ഷെ വീട്ടിൽ പോയി അവിടുന്ന് കുറച്ച് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ വഴി തെറ്റി ലാസ്റ്റ് എന്തൊക്കെയോ ആയി നമ്മളത്. നമുക്ക് മനസ്സിലാവണില്ല എവിടാന്നുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഹാളിലെത്തി മക്കളെ. ഗൈസ് ഇത് റിസപ്ഷനാണ്, കല്യാണത്തിന് തലേന്നുള്ള ഒരു ചെറിയൊരു റിസപ്ഷനാണ്. അപ്പം ഞങ്ങളവിടെ നമ്മളിവിടെ കല്യാണത്തിന് വന്നിട്ട് ഒറ്റ ആൾക്കാർ അറിയാതെ വെറുതെ ഇരിക്കുകയാണ്. ഉണ്ട് അറിയാം, പക്ഷേ ഓൾക്ക് നമ്മളറിയാം, പക്ഷെ എനിക്ക് ഓലെ അറിയില്ല. അങ്ങനത്താണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളൊരു കല്യാണം കൂടാൻ വന്നതാണ് എല്ലാം അൺഎക്സ്പെക്റ്റഡ്. ഞാൻ സത്യം പറയിച്ച കല്യാണം കൂടി ലാസ്റ്റ് പെട്ട അവസ്ഥയാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇത്രയേറെ നല്ലൊരു ഹാള് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഫുഡൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ സർവീസിങ് ആണ്. സർവീസിങ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇരിഞ്ഞാൽ ഈച്ച, അപ്പുറത്ത് ഇരിഞ്ഞാൽ ഓഫ് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നാണ് മൂട് പോകും. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ തിന്ന് ഞാൻ. ഇത് പെണ്ണിൻ്റെ വീട്ടുകാർ കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് തോന്നി അങ്ങനെ കാണിച്ചു തന്നാണ്. ഇത് വേറെ ചേട്ടാ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് എന്റെ പൊന്നോ നമ്മളെ നാട്ടിലത്തെ കല്യാണേ ഇല്ല, ഒരുമാതിരി കല്യാണം. സത്യം എനിക്ക് നമ്മളെ അടുത്ത കല്യാണം ഇഷ്ടം. ഇവിടുത്തെ ഹാള് പറയണം, ഇത്രയും നല്ല വൃത്തിയുള്ള ഹാള് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഹാള് കൈയ്യേക്കാൻ പോണ സെറ്റൊക്കെ അല്ലേ, നമ്മളെന്താ പറയാ, തിന്നൊക്കെ അങ്ങോട്ട് പോരും, അത്ര തന്നെ. അത്ര ഇതിൽ പറയാനുള്ളൂ. അത്ര വൃത്തിയില്ല പറഞ്ഞാല്. സത്യം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയ എങ്ങനെ അതേപോലെ എങ്ങനെയൊക്കെ ഇറക്കി കണ്ണു പൂട്ടി കൈയാക്കി പോകുന്നു. ഈ നാളെ ഉണ്ട് കൈസ് കല്യാണം. ഞാൻ ചിലപ്പോൾ വരും, ചിലപ്പം വരില്ല. പിന്നെ എനിക്ക് ഇവിടുത്തെ കല്യാണം കാണണമെന്നുണ്ടേനും, കണ്ടു. പക്ഷെ ഇന്നല്ലേ അല്ലോ കല്യാണം. നാളെ ഓക്ക് പുതിയത് വാങ്ങിയ ഡ്യൂട്ടീസ് ഇടണം, അതാണ് കാര്യം. അതാണ് മര്യാദക്ക് ഡ്രസ്സ് പോലും ഇല്ല. ഇവിടെ എല്ലാവരും വെന്നി തിളങ്ങണ ചുരിദാറൊക്കെ ഇട്ടാണ്. ആളോളെ കയ്യിൽ ഇടാനുള്ളത് ഒരു കോട്ടന്റെ ചുരിദാറാണ്, അതിലേക്ക് ഡ്യൂട്ടീസ് ഇടണം. അതാണ് സംഭവം. ഞാൻ കൊണ്ടുവന്നിട്ടാണ് എങ്ങനെ ഈ സെറ്റൊക്കെ റെജിമെന്റ് ഇട്ടിട്ട് റെജിമെന്റ് പിന്നെ പറ്റും, കാരണം ഇവര് രണ്ടോളം കണ്ടോ ഒരേ ഹൈറ്റാണ്. കല്യാണം കഴിഞ്ഞ നവദമ്പതികൾക്കായിട്ടുള്ള ദുആണ്. എല്ലാവരും ദുആയിൽ പങ്കുചേരുക. നവദമ്പതികളെ ബന്ദികളെ ബന്ദികളെ
നമ്മളെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പം ഈയിടായിട്ട് നമ്മൾ പുറത്ത് പോവല്ല. ഇനി നാളാണ് നമ്മൾ പോണത്. അയ്യോ നായിനെ കണ്ടു ഓടിയതാ കരച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.